ഹേയ് ഗായ്സ്, ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ബാഡ് ബ്ലഡ് പേപ്പർ വ്യൂ ഒരു രക്ഷയുമില്ലാത്ത പേപ്പർ വ്യൂ തന്നെയായിരുന്നു. ഒരുപാട് നാളുകളായി നമ്മളൊരു റിവ്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന കാരണം ഇന്നത്തെ ഷോ തന്നെയായിരുന്നു. അത്രയ്ക്കും കിഡിലൻ ഷോ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ബോസ് റോക്കിന്റെ റിട്ടേൺ, ഗോൾബർഗിന്റെ റിട്ടേൺ, അതുപോലെ തന്നെ ഒരു കിഡിലൻ ഹെൽ ഇൻ എ സെൽ ചോരക്കളി മാച്ചും നമുക്ക് കാണാൻ സാധിച്ചു. ജിമ്മി ഉസോ തിരിച്ചു വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ബാഡ് ബ്ലഡ് പേപ്പർ വ്യൂവിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഴുവനായിട്ടുള്ള ബാഡ് ബ്ലഡ് പേപ്പർ വ്യൂവിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. നമ്മൾ എന്തായാലും മെയിൻ ഇവന്റ് ആകുമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്ന CM പങ്കിന്റെ മാച്ച് ആയിരുന്നു ആദ്യം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം 2 ദിവസം മുമ്പേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ CM പങ്ക് വന്നു, ഡ്രൂ മെക്കിൻഡർ വന്നു. രണ്ടുപേരും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ഹെൽ ഇൻ എ സെല്ലിന്റെ അകത്ത് വെച്ച് നടത്തുകയുണ്ടായി. ഒരു രക്ഷയുമില്ലാത്ത മാച്ച് തന്നെയായിരുന്നു, കിഡിലൻ മാച്ച് തന്നെയായിരുന്നു. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഇനി ഉണ്ടാകില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഈ ഒരു മാച്ച് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്യൂഡ് തന്നെയായിരുന്നു. WWE 2024 ക്രിയേറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫ്യൂഡ് തന്നെയാണ് CM പങ്ക് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ളത്. ഈ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് ടൂൾ ബോക്സ് എടുത്തുകൊണ്ട് സ്പാനറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നവരെ നമുക്ക് കാണാൻ സാധിച്ചു. ചെയർ ഉപയോഗിച്ച് അടിക്കുന്നത് കാണാൻ സാധിച്ചു. ടേബിളിന്റെ മുകളിലേക്ക് എടുത്ത് ഇടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ രണ്ടുപേരുടെയും മുഖത്തുനിന്നും ചോര വാർന്നൊലിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ വ്യൂവിന്റെ പേര് പോലെ തന്നെ മുഴുവൻ ബ്ലഡ് കൊണ്ട് ഒരു മയം തന്നെയായിരുന്നു ആ ഒരു സ്റ്റേജ്, ആ ഒരു റിങ് മുഴുവൻ. രണ്ടുപേരും കട്ടക തന്നെയായിരുന്നു നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡർ അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യുന്നു, CM പങ്ക് കിക്ക് ഔട്ട് ചെയ്യുന്നു. CM പങ്ക് അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യുന്നു, ഡ്രൂ മെക്കിൻഡർ കിക്ക് ഔട്ട് ചെയ്യുന്നു. രണ്ടുപേരും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനമായപ്പോഴേക്കും CM പങ്കിന്റെ ബ്രേസ്ലെറ്റിലുള്ള ആ ഒരു മുത്തുകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് ഡ്രൂ മെക്കിൻഡർ CM പങ്കിന്റെ മേലേക്ക് ഇടുകയുണ്ടായി. അതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം CM പങ്ക് അതേ മുത്തുകൾ എടുത്ത് ഡ്രൂ മെക്കിൻഡറിന്റെ വായിലേക്ക് എടുത്ത് വലിച്ചെറിയുകയും അതുപോലെ തന്നെ തന്റെ കാലിൽ ഒരു ചെങ്ങലയിട്ട് മുറുക്കുകയും അതിനുശേഷം CM പങ്ക് ഡ്രൂ മെക്കിൻഡറെ അദ്ദേഹത്തിന്റെ ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് മെക്കിൻഡറെ തോൽപ്പിച്ച് CM പങ്ക് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം CM പങ്കിന് നല്ല രീതിയിൽ ഇഞ്ചുർഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഓക്സിജൻ മാസ്ക് എല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഡ്രൂ മെക്കിൻഡർ വളരെ അവശനായിട്ട്, ഡ്രൂ മെക്കിൻഡർ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് റിംഗിൽ നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് നയ ജാക്സ് വേഴ്സസ് ബെയ്ലി തമ്മിലുള്ള WWE വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ടിഫനി സ്ട്രാറ്റൻ വന്നുകൊണ്ട് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ചെയ്യാൻ വേണ്ടി നോക്കാൻ നിൽക്കുന്നതും അപ്പോഴേക്കും നയ ജാക്സ് എണീക്കുന്നതും ടിഫനി അപ്പോഴേക്കും അവിടെ നിന്നും പോകുന്നതും ഏറ്റവും അവസാനം നയ ജാക്സ് തന്നെ വിജയിച്ച് തന്റെ ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുക്കുന്നതുമായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് ഫിൻ ബാലർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മാച്ച് ആയിരുന്നു. അതൊരു ആവറേജ് ലെവലിലുള്ള മാച്ച് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഫിൻ ബാലറിന്റെ ടീമിലുണ്ടായിരുന്ന കാർലിറ്റോ അതുപോലെയുള്ള ബാക്കിയുള്ളവരെല്ലാവരും കൂടി വന്നുകൊണ്ട് ഡാമിയൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നതും പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ വിദഗ്ധമായി രക്ഷപ്പെട്ടുകൊണ്ട് ഡാമിയൻ പ്രീസ്റ്റ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുന്നതും നമ്മൾ കണ്ടു. പിന്നീട് റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ദി ഗെയിം ട്രിപ്പിൾ എച്ച് ആയിരുന്നു. ട്രിപ്പിൾ എച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തുമെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനൗൺസ്മെന്റ് നടത്താൻ വേണ്ടി ട്രിപ്പിൾ എച്ച് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി 4 ആഴ്ചകൾക്കുള്ളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ക്രൗൺ ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള സൗദി അറേബ്യയിലെ പേപ്പർ വ്യൂ ആണ്. ഈ ഒരു പേപ്പർ വ്യൂവിൽ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ WWE ചാമ്പ്യനെ നേരിടും. അതുപോലെ തന്നെ വുമൺസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആയിരിക്കും നടക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ആയിരിക്കില്ല. അതായത് ഇവരുടെ WWE ചാമ്പ്യൻഷിപ്പോ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ആയിരിക്കില്ല. പക്ഷേ മറ്റൊരു ചാമ്പ്യൻഷിപ്പ് താൻ അവതരിപ്പിക്കുകയാണ് എന്നുള്ളതായിരുന്നു ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രിപ്പിൾ എച്ച് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ വിജയിക്കുന്നവർ ആരാണോ അവർക്ക് ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കും. അവർ ക്രൗൺ ജുവൽ ചാമ്പ്യനായി മാറുമെന്ന് തന്നെയായിരുന്നു ട്രിപ്പിൾ എച്ച് പറഞ്ഞത്. 50 ക്യാരറ്റിന്റെ ഡയമണ്ട് പതിച്ചിട്ടുണ്ടായിരുന്ന ഒരു കിഡിലൻ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് തന്നെയായിരുന്നു അത്. പിന്നീട് ഗുന്തർ വന്നുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്, നിങ്ങൾ എനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് തരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നെല്ലാം തന്നെ പറഞ്ഞു. കാണികളുടെ ഇടയിലുള്ള ഗോൾബർഗിനെ വെല്ലുവിളിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഗോൾബർഗിനെ കളിയാക്കി സംസാരിക്കുകയുണ്ടായി. ഗോൾബർഗ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന ഒരുത്തനാണ്, അല്ലാതെ വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല എന്ന് പറയുകയുണ്ടായി. പിന്നീട് ഗോൾബർഗിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഗോൾബർഗിനെ ഇളകി. ഗോൾബർഗ് ബാരിക്കേഡിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്ക് വന്നു, റിംഗ് സൈഡിലേക്ക് വന്നു ഗുന്തറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കും സെക്യൂരിറ്റികളെല്ലാം തന്നെ വന്നുകൊണ്ട് ഗോൾബർഗിനെ പിടിച്ചു വെക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഫൈറ്റ് ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സാമി സൈൻ ആയിരുന്നു. സാമി സൈൻ വന്നുകൊണ്ട് ഗുന്തറിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. അവർ തമ്മിലുള്ള ഒരു ബ്രോൾ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ട്രിപ്പിൾ എച്ച് ഗോൾബർഗിനെ റിംഗിലേക്ക് വിളിക്കുകയുണ്ടായി. രണ്ടുപേരും കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിച്ചത്. ഇവർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് അവിടെ ക്രിയേറ്റ് ആവാനും ഇവർ തമ്മിലുള്ള ഒരു മാച്ച് നടക്കാനുള്ള ഭാവിയിലേക്കുള്ള ചാൻസുകളും ഞാൻ കാണുന്നുണ്ട്. പിന്നീട് നടന്നത് ലിവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലേ തമ്മിലുള്ള WWE വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ചിൽ ഒരു കേജിന്റെ അകത്ത്
ഡൊമിനിക് മിസ്റ്റീരിയോയെ അങ്ങനെ ഇരുത്തി വെക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോ ആ ഒരു കേജിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാൽ അവിടെ കുടുങ്ങി കിടക്കുന്നതും അദ്ദേഹം തല കീഴായി സ്പൈഡർമാൻ എല്ലാം തന്നെ കിടക്കുന്നത് പോലെ അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴേക്കും റിയ റിപ്ലൈ വന്നുകൊണ്ട് ഒരു കെൻഡോ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോയെ പൊതിരെ തല്ലുകയുണ്ടായി. അപ്പോൾ അവിടേക്ക് ഒരു വ്യക്തി വന്നു. റാക്കൽ റോഡ്രിഗസ് അവിടേക്ക് വരികയുണ്ടായി. റിയ റിപ്ലൈയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റിയ റിപ്ലൈയെ റിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വീണ്ടും അറ്റാക്ക് ചെയ്ത് ലിവ് മോർഗനെ റിയ റിപ്ലൈയുടെ മേഖലയിൽ കിടത്തുകയുണ്ടായി. പക്ഷെ അപ്പോഴേക്കും റഫറി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈഡ് എന്ന് വിളിക്കുകയുണ്ടായി. റിയ റിപ്ലൈ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ വിജയിച്ചു. പക്ഷേ ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗന്റെ കയ്യിൽ തന്നെയാണ്. പിന്നീടായിരുന്നു ഇന്നത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്ന ആ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മെയിൻ ഇവന്റ്. ഇന്നലെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദ റോക്ക് ഈ ഒരു മാച്ചിൽ വരും എന്നുള്ളത്. പക്ഷെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. എന്നാലും ഏകദേശം ഒരു 90% ഉറപ്പായിരുന്നു. പക്ഷേ അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, WWE ഒരു ബിഗ് ആയി വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാഡ് ബ്ലഡ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗോൾബർഗ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾബർഗ് ആയിരിക്കും. അപ്പോൾ റോക്ക് തിരിച്ചു വരാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ് എന്ന് തന്നെ. അങ്ങനെ ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഫാൻസുകൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് OTC എന്ന് പറഞ്ഞിട്ടുള്ള റോമൻ റെയിൻസിനെ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ച് ഗംഭീരമായിട്ട് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം തങ്കലോവ ആൻഡ് തമതൊങ്ക ഇവർ രണ്ടുപേരും കൂടി വരികയുണ്ടായി. നമ്മുടെ പുതിയ ബ്ലഡ് ലൈനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഇവർ വന്നുകൊണ്ട് റോമൻ റെയിൻസിനെയും കോഡി റോഡ്സിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയുണ്ടായി. റോമൻ റെയിൻസ് അവരെ അറ്റാക്ക് ചെയ്തതിൽ നിന്നും എതിർക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും റോമൻ റെയിൻസിന് അധികമൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും അവസാനം സോളോ സിക്കോവ തങ്കലോയെയും തമതൊങ്കയെയും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പുറകിൽ ആരും നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു മാസ്ക് ധരിച്ച വ്യക്തി വന്നുകൊണ്ട് രണ്ടുപേരെയും സൂപ്പർ കിക്ക് ചെയ്യുകയുണ്ടായി. അത് ആ മാസ്ക് കഴിക്കുന്നു, മറ്റാരുമല്ല ജിമ്മി ഊസോ. അപ്പോൾ ഈ ഒരു മാച്ചിൽ തിരിച്ചു വന്നത് ജിമ്മി ഊസോ ആണ്. അതോടുകൂടി റോക്കിന്റെ ആ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. അങ്ങനെ ജിമ്മി ഊസോ തിരിച്ചു വന്നു. ഇവരെ എല്ലാവരെയും തന്നെ അറ്റാക്ക് ചെയ്തു. റോമൻ റെയിൻസ് വന്നു, സോളോ സിക്കോയെ ഒരു സ്പിയർ ചെയ്തു. അതോടുകൂടി ആ ഒരു മാച്ചിൽ റോമൻ ആൻഡ് കോഡി റോഡ്സ് വിജയിക്കുകയുണ്ടായി. പിന്നീട് റോമൻ റെയിൻസും ജിമ്മി ഊസോയും കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. അവർ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കഴിഞ്ഞിട്ട് അവർ ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. ആ പോകുന്ന സമയത്ത് കോഡി റോഡ്സിനെ പുതിയ ബ്ലഡ് ലൈൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ജിമ്മി ഊസോ പറഞ്ഞു, നമ്മുടെ ടീമല്ലേ, നമുക്ക് രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവിടേക്ക് ഓടിച്ചെന്ന് റോമൻ റെയിൻസും ജിമ്മി ഊസോയും കൂടി പുതിയ ബ്ലഡ് ലൈനെ അടിച്ചൊതുക്കി ഒരു മൂലക്കിലാക്കി. പുതിയ ബ്ലഡ് ലൈൻ അവിടെ നിന്നും ഓടിപ്പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് തന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്ത് കോഡി റോഡ്സിന് കൊടുക്കുകയുണ്ടായി റോമൻ റെയിൻസ്. അങ്ങനെ കോഡി റോഡ്സ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ദ റോക്ക്, ദ ഫൈനൽ ബോസ്. ഫൈനൽ ബോസ് ഈസ് ബാക്ക് ടു WWE. അടുത്ത സ്മാക്ക് ഡൗണിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അടുത്ത സ്മാക്ക് ഡൗണിൽ എന്തായാലും റോക്ക് തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ദ റോക്കിന്റെ റിട്ടേൺ തന്നെയാണ്. ശരിക്കും റോക്ക് വരുമെന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ റോക്ക് ഇങ്ങനൊരു വരവ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എല്ലാ പ്രതീക്ഷകളും മുടക്കിയ സമയത്തായിരുന്നു റോക്കിന്റെ മരണമാസ റിട്ടേൺ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ഷോയിലെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.